Good evening, everyone. Am I audible? Hello. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Is the screen visible? Please use your chat box. Okay, yes. So, once again, good evening, everyone. Welcome back to Mira's English Hub. And it's me, Ragna. Yes, Anupama, good evening. Shamsu. Some familiar names are there. Okay. So, നമ്മളൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മളിപ്പം വീണ്ടും കണ്ടുമുട്ടുന്നത്. And today I'm here with Mac Fleckno. John Dryden's Mac Fleckno poem. നമ്മൾ എങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബൈ ദ വേ, ഹൗ ആർ യു ഓൾ? എങ്ങനെയുണ്ട് HSST എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ട്രാക്കിലേക്ക് വന്നോ കോളേജിയേറ്റ് എക്സാമിന്റെ? യെസ്, പറയൂ. എല്ലാവരും നമ്മുടെ കോളേജിയേറ്റ് എക്സാമിന്റെ ആ ഒരു സിലബസ് ഒക്കെ നോക്കി ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കാൻ തുടങ്ങിയോ? ഇവിടെ ഉള്ളവരെല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണേ. എനിക്ക് നിങ്ങളുടെ പ്രസൻസ് ചാറ്റ് ബോക്സിലെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഷംസു ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ലാപ്ടോപ്പിൽ ലൈവ് സെഷൻ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ലേ റിയ? മൊബൈലിൽ പറ്റുന്നുണ്ടോ? അറ്റ് എ ടൈം ഒന്നിലേ പറ്റൂ എന്നാണ് നമുക്ക് ഒരു ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഏതെങ്കിലും ഒന്നിലേ അറ്റ് എ ടൈം നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കാം. നോട്ട് യെറ്റ് അല്ലേ ഷബീബ? ബ്ലെസ്സി ഓക്കെ. അനുപമ നോ പ്രോബ്ലം. ഓക്കെ ശ്രീപ്രിയ. എനിവേ, നമ്മൾ എന്നാൽ ഇന്ന് മാക്ഫ്ലെക്സ് തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇന്നലെ ഓൾറെഡി മീറ മാം കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ നേരിടേണ്ടത് എന്ന രീതിയിലുള്ളത് അല്ലേ? ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ഓൺ ചെയ്യാൻ എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ ഓൾറെഡി നിങ്ങളുടെ തംസ് അപ്പ് ഇവിടെ കാണാൻ കഴിയട്ടെ ചാറ്റ് ബോക്സിൽ. സോ യെസ്, അപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും കുറച്ചൊരു നെർവസ് ആവുന്നതാണ് അല്ലേ? കമ്പയർഡ് ടു ഒബ്ജക്റ്റീവ് എക്സാംസ്, നമ്മൾ ഇത്രയും കാലം എഴുതിയ ഒബ്ജക്റ്റീവ് എക്സാംസ് ഒക്കെ പോലെ എല്ലാ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ആയിരിക്കും എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. ബട്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഒബ്ജക്റ്റീവ് എക്സാം കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഒബ്ജക്റ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾക്കറിയാം നമ്മളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. നേരെ മറിച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആകുമ്പോൾ അവിടെ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം നമ്മുടെ സിലബസ് സോ ഫാർ സെയിം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് HSSTയുടെ തന്നെ. സോ നിങ്ങളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യം എന്തായാലും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ റിവിഷൻ ചെയ്ത ആൾക്കാരുണ്ടാവും. ബട്ട് അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങൾ എല്ലാവരും ഇതിൽ ഒരു റിവിഷൻ കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സിലബസിൽ ഏതൊക്കെ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളത്. സോ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പം അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം എന്ത് കാര്യം അറിയാം എന്നുള്ളതല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു നോളജ് ഓൾറെഡി ഉള്ളതാണ്. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ? ഹൗ വെൽ യു ക്യാൻ പ്രസന്റ് വാട്ട് യു നോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ആൻഡ് ദാറ്റ്സ് സംതിങ് യു ക്യാൻ ലേൺ. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു some 10 or so
powerful tips that will transform the way you write descriptive answers. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഫോർ റൈറ്റിംഗ് എനിത്തിങ് കുറച്ച് സമയം ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചില കമാൻഡ് വേർഡ്സ് ഉണ്ട് ക്വസ്റ്റ്യൻസിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ഡിസ്കസ്, അനലൈസ്, ഇവാലുവേറ്റ് ഓർ കമ്പയർ, ഇങ്ങനെയുള്ള കുറച്ച് കമാൻഡ് വേർഡ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ വേർഡ്സ്, ഈ കമാൻഡ് വേർഡ്സിനെല്ലാം തന്നെ അതിൻ്റെതായ മീനിങ്ങും ഉണ്ട്. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടാണ്, ഡിഫൈൻ പാരഡോക്സ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ യു ഹാവ് ടു ഗിവ് ദ എക്സാക്ട് മീനിങ്. എന്താണ് പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, യു ഹാവ് ടു ഡിഫൈൻ, അതിൻ്റെ കൂടെ തന്നെ റീസൺസ് വെച്ചിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്യണം. യു ഗോട്ട് ദ പോയിന്റ്, എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഡിസ്കസ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, ഒരു കമാൻഡ് വേർഡ് എങ്കിൽ നിങ്ങൾ അവിടെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിലുള്ള രീതിയിലായിരിക്കണം ആൻസേഴ്സ് അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി അനലൈസ് ആണെങ്കിലോ എന്താണ് ചെയ്യുക? അനലൈസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബ്രേക്ക് ദ ടോപ്പിക് ആൻഡ് എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ്. അതേപോലെ ഇവാലുവേറ്റ് എന്നാണെങ്കിൽ ആ ഒരു എന്താണോ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യാനാണെങ്കിലോ അതിൻ്റെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വെച്ചിട്ടൊക്കെ നമുക്ക് ആൻസേഴ്സിൽ കമ്പയർ ചെയ്യാൻ കഴിയണം. ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വർക്കിനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ, ആ വർക്കിനെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ കൊടുക്കണം. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. എന്താണ് എക്സാമിനർ നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്? ഡിസ്കസ് ചെയ്യാനാണോ, അനലൈസ് ചെയ്യാനാണോ, ഇവാലുവേറ്റ് ചെയ്യാനാണോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ഇസ് ഹാഫ് ദ ബാറ്റിൽ വൺ എന്ന് ഞാൻ പറയും. Don't you think? You got the idea? എല്ലാവരും ഇവിടെ ഇല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ചാറ്റ് ബോക്സിൽ. യെസ്, ഓക്കെ. ഇനി അടുത്തെന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ. നമ്മൾ എഴുതുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് 8 മാർക്സ് ക്വസ്റ്റ്യൻസ്. ആ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഏതൊരു ക്വസ്റ്റ്യൻ 3 മാർക്സ് ആയാലും ശരി, 5 മാർക്ക് ആയാലും ശരി, അല്ലെങ്കിൽ 8 മാർക്സ് ആയാലും ശരി, നമുക്ക് ആ ഒരു ആൻസർ ചെയ്യുമ്പം ആ ആൻസറിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ. സോ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയി മാറും. ഓക്കെ, ആൻഡ് അത് അത്തരത്തിലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൻസർ എഴുതുമ്പം തന്നെ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകും നമുക്ക് ഇതിനെ കുറിച്ചിട്ട്, ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉള്ള ഒരാളാണ് ഇത് എഴുതുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ആദ്യം എഴുതേണ്ട കാര്യം അവസാനം സെന്റൻസിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ അവസാനം എഴുതേണ്ട കാര്യം ആദ്യം എഴുതിയാൽ ആ ഒരു വാല്യൂ ചെയ്യുന്ന ആൾക്ക് ആ ഒരു നമ്മൾ പേപ്പർ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഇംപ്രഷൻ അവർക്ക് ഇല്ലാതാവാണ് ചെയ്യുന്നത്. സോ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് വറി, നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങളൊരു 3 മാർക്സിൻ്റെതായാലും 5 മാർക്സിൻ്റെതായാലും 8 മാർക്സിൻ്റെതായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഗോട്ട് ഇറ്റ്? ഇനി നമ്മളൊരു എക്സാം എഴുതുമ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഹെഡിങ്സും സബ് ഹെഡിങ്സും കൊണ്ട് മാർക്ക് കിട്ടും എന്നല്ല പറയുന്നത്. നേരെ മറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പം പാരഡോക്സ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ അതിന് ഹെഡിങ്സും അല്ലെങ്കിൽ ഒരു സബ് ഹെഡിങ്സ്, ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ച് പോയിന്റ് എഴുതുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കും. ഓക്കെ, സോ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ that instantly creates a positive impression. പിന്നെ കീവേഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് എക്സാമിനറിന് പെട്ടെന്ന് ആ ഒരു നമ്മൾ എഴുതിയ കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. ഇതൊക്കെ കീവേഡ് ആണെന്ന് വെച്ചിട്ട് എല്ലാ ആൻസറിലെ എല്ലാ വേർഡ്സും കൊണ്ടേ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പാടില്ല. അണ്ടർലൈൻ ഓൺലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ്. ദെൻ നിങ്ങൾ ഒരു
എക്സാം എഴുതുമ്പം എപ്പോഴും ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കമാൻഡ് വേർഡ്സ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് അത് മനസ്സിലാക്കിയിട്ട് എന്താണോ ആ ക്വസ്റ്റ്യനിന്റെ ആൻസർ വേണ്ടത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്ഫ്ലെക്നോ ആണ്. നിങ്ങൾക്ക് മാക്ഫ്ലെക്നോ ആസ് എ മോക്ക് ഹീറോയിക് പോം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അതിൽ ആ സമ്മറി എഴുതിയത് കൊണ്ട് അവിടെ കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് എന്താണ്? മോക്ക് ഹീറോയിക് പോയം എങ്ങനെയായി മാക്ഫ്ലെക്നോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഒരു ഓഥറിന്റെ ജസ്റ്റ് ഡ്രൈഡന്റെ ഒരു കുറച്ച് ബയോഗ്രഫി എഴുതി, മോക്ക് ഹീറോയിക് പോയം എന്താണെന്ന് എഴുതി, അതിന്റെ സമ്മറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ആൻസർ നമുക്ക് മാർക്സ് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ബട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ ഒരു പ്രോപ്പർ ഓർഡറിൽ നമ്മൾ എപ്പോഴും എഴുതണം. സോ ഒരു വോളിയം കൂട്ടുകയല്ല നമുക്ക് വേണ്ടത്. അതായത് ആൻസറിന്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് റെലവൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എത്ര നമ്മൾ എഴുതുന്നോ അതിനാണ് വാല്യൂ ഉള്ളത്. ആൻഡ് എക്സാമ്പിൾസ് ആഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥാനത്ത് നമ്മൾ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക തന്നെ വേണം. ഫോർ എക്സാമ്പിൾ നേസൽ സൗണ്ടിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേസൽ സൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പൊ ലിറ്ററേച്ചറിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മെൻഷൻ ചെയ്യാൻ കഴിയുന്ന ലൈക്ക് സം ടെക്സ്റ്റ് ഓർ ഓതേഴ്സ് റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. ബട്ട് ഇഫ് പോസിബിൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ പറയുന്നത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, മാനേജ് യുവർ ടൈം. വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഓരോ 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യന് അത്രയും ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 5 മാർക്സ് ആയാലും അതുപോലെ തന്നെ 8 മാർക്സ് ആയാലും ശരി. ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കോസ്റ്റ് മോർ മാർക്സ് ദാൻ ആൻ ഇംപെർഫെക്റ്റ് വൺ. സോ ടൈം മാനേജ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഹാൻഡ് റൈറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ. അതിൽ ഞാൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവണം എന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് നീഡ്സ് ടു ബി റീഡബിൾ. ഓക്കെ, so leave proper spacing between paragraphs, between lines, between words, and start each new paragraph on a fresh line. അതേപോലെ സ്ക്രിബ്ലിംഗ് ആൻഡ് ഓവർ റൈറ്റിംഗ് കഴിയുന്നതും ഒഴിവാക്കുക. ഒരു എന്താ പറയുക, ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് ഇസ് ഈസിയർ ടു ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്സ് എ ബെറ്റർ ഇംപ്രഷൻ. ആൻഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നെവർ ലീവ് ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ആയിട്ട് വിടാനേ പാടില്ല ഒരു സ്പേസ്. നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. കാരണം ഈ ഒരു സിലബസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു ടോപ്പിക്ക് പോലും അറിയാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. സോ ഒരിക്കലും ഒരു ആൻസർ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയിട്ട് വിടാൻ പാടില്ല. അതിലൊന്നുകിൽ അവിടുത്തെ ഡെഫിനിഷനോ കീവേഡോ എന്തെങ്കിലും ഒരു എക്സാമ്പിളോ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഒരു പാർഷ്യൽ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും നിങ്ങൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ. ഇഫ് യു ഡോണ്ട് നോ എ സ്പെസിഫിക് ടേം ബട്ട് റിമെമ്പർ എ റിലേറ്റഡ് കൺസെപ്റ്റ്, അത് എഴുതൂ അവിടെ. എ ബ്ലാങ്ക് പേജ് ഓൾവേസ് ഗെറ്റ്സ് 0. പാർഷ്യൽ മാർക്സ് ആണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ 0 മാർക്സ് ആണോ നമുക്ക് വേണ്ടത്? നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ് അല്ലേ? അതുകൊണ്ട് അറിയില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയാതിരിക്കാൻ ഒരു വഴിയും ഇല്ല. കാരണം നിങ്ങൾക്ക് അറിയുന്ന സിലബസ് ആണ്. അപ്പം ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് വിടാതിരിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നതിന് മുന്നേ ചിന്തിക്കുക, നമുക്ക് നമ്മളാണ് ആ എക്സാമിനറിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ബട്ട് ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, ദെൻ ഫോളോ ദ സ്ട്രക്ചർ. ഹെഡിങ്സ് സബ് ഒക്കെ യൂസ് ചെയ്യുക. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് മാനേജ് ടൈം. കീപ് യുവർ ആൻസേഴ്സ് നീറ്റ് ആൻഡ് റെലവൻറ്റ്. Never leave blanks and think like an examiner. So, descriptive exams aren't about writing the most. They are about presenting the best. Okay. So, now go ahead and practice. Practice ചെയ്ത് നിങ്ങളുടെ റൈറ്റിംഗ് അത്രയും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. വായിച്ചു പഠിക്കുന്നതിലും എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് എഴുതുമ്പം എളുപ്പമായിരിക്കും.
ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ആകുമ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? നമുക്ക് മാക്ഫ്ലെക്നോയിലേക്ക് പോവാം. റെഡി? എല്ലാവരും ഇവിടെ ഇല്ലേ? എല്ലാവരുടെ റെസ്പോൺസ് എന്താ കാണാത്ത? വെർ ആർ യു? യെസ്, ഫോളോ ചെയ്യാൻ കഴിഞ്ഞോ? യെസ് സൂര്യ. ഓക്കെ, അനുപമ, ഷബീബ, ഓക്കെ, സുഹേറ, യെസ്, സന്ധ്യ, ഓക്കെ. സോ നമുക്ക് മാക്ഫ്ലെക്നോയിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ആപ്പിൽ മാക്ഫ്ലെക്നോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ടോപ്പിക് നമുക്ക് എന്താ പറയാ, മാക്ഫ്ലെക്നോനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ സമ്മറി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആർ യു ഓൾ റെഡി? ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, സോ മാക്ഫ്ലെക്നോ എന്ന് പറയുന്നത് ഫുൾ ടൈറ്റിൽ എന്താണ്? മാക്ഫ്ലെക്നോ എ സറ്റയർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് തോമസ് ഷാഡ്വെൽ, അല്ലെങ്കിൽ TS. അതാണ് നമ്മുടെ ഫുൾ ടൈറ്റിൽ ആയിട്ട് വരുന്നത്. ആൻഡ് ഇതൊരു മോക്ക് ഹീറോയിക് അല്ലെങ്കിൽ മോക്ക് എപ്പിക് ട്രഡീഷനിൽ വരുന്ന ഒരു പോമാണ്. ആൻഡ് മോക്ക് ഹീറോയിക് പോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് യൂസസ് ദ ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് ആൻ എപ്പിക് ടു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ഈസ് ആക്ച്വലി ട്രിവിയൽ ഓർ റിഡിക്കുലസ്. സോ ഇത് അദ്ദേഹം ഡ്രൈഡൻ എഴുതുന്നത് 1678-ലാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1682. ഏത് കളക്ഷനിലാണ് വരുന്നത്? മിസ്ലേനി പോയംസിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പോം വാസ് നോട്ട് റിട്ടൺ സിംപ്ലി ഫോർ എന്റർടൈൻമെന്റ്. അത് നമ്മൾക്കറിയാം, കാരണം ഇറ്റ് വാസ് റിട്ടൺ ആസ് എ പേഴ്സണൽ, ലിറ്റററി ആൻഡ് പൊളിറ്റിക്കൽ അറ്റാക്ക് ഓൺ അനദർ പോയറ്റ് നെയ്മഡ് തോമസ് ഷാഡ്വെൽ. സോ ഈ ഒരു പോയം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ, പേഴ്സണൽ, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെ നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. സോ ഡ്രൈഡനും തോമസ് ഷാഡ്വെലും തമ്മിലുള്ള ആ ഒരു റൈവൽറി എങ്ങനെ വന്നു, അവരുടെ ലിറ്ററേച്ചറിനെ എങ്ങനെ കണ്ടു, റെസ്റ്റോറേഷൻ പീരിയഡ് എന്ന് പറയുമ്പം ആ ഒരു കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഡ്രൈഡൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഹി ബിലീവ്ഡ് ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് ഹാവ് വിറ്റ്, എലിഗൻസ്, പോളിഷ് ആൻഡ് ആർട്ടിസ്റ്റിക് റിഫൈൻമെന്റ്. ഷാഡ്വെൽ എന്ന് പറഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ഹി ഗ്രേറ്റ്ലി അഡ്മയർഡ് ദ പ്ലേ റൈറ്റ് ബെൻ ജോൺസൺ and he tried to imitate his style, especially his humor comedies. So ഇത് ഡ്രൈഡൻ ബെൻ ജോൺസണിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ he believed that Johnson's greatness could never simply be copied. And Dryden also admired Shakespeare's imagination and wit even more. So Shadwell, however, followed Johnson almost blindly. Follow ചെയ്യുന്ന ഒരാളായിരുന്നു ഷാഡ്വെൽ ബെൻ ജോൺസണിനെ. And Dryden thought Shadwell copied Johnson without understanding his genius. സോ ഈ ഒരു ഡിസഗ്രിമെന്റ് ലിറ്റററി റൈവൽറിക്ക് കാരണമായി മാറുന്നുണ്ട്. ദെൻ ഡ്രൈഡൻ ഇതിൽ ഷാഡ്വെല്ലെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി ആണെന്ന് പറയുന്നുണ്ട്, ഹി ലാക്ട് ഒറിജിനാലിറ്റി എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ ഷാഡ്വെൽ റിപ്പീറ്റഡ് ദ സെയിം ഐഡിയാസ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. അൺനെസസറി ആയിട്ട് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡ്രൈഡൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ദ പ്രിൻസ് ഓഫ് ടോട്ടോളജി എന്നാണ് വിളിക്കുന്നത് അല്ലേ. So he even suggested that dullness itself inspired Shadwell's writing. So ഇവിടെ stupidity എന്ന് പറയുന്നത് ആ ഒരു if stupidity had a favorite poet it would be Thomas Shadwell എന്നുള്ള രീതിയിലാണ് ഡ്രൈഡൻ ഇവിടെ ഷാഡ്വെലിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡ്രൈഡൻ ഒരു ടോറി മെമ്പർ ആയിരുന്നു, ഷാഡ്വെൽ ഒരു വിഗ് പാർട്ടി മെമ്പറാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. ടോറീസ് ബിലീവ്ഡ് ഇൻ ഹെറിഡിറ്ററി monarchy, the divine right of kings, political stability and loyalty to the crown. And Dryden also supported the Anglican Church. But he later converted to Catholicism. 1685 അദ്ദേഹം കൺവേർട്ട് ആവുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ ഷാഡ്വെലിനെ പറയുകയാണെങ്കിൽ വിഗ് പാർട്ടി മെമ്പർ ആണെന്ന് പറഞ്ഞു. He was a Protestant. He was the supporter of the parliament.
അതുകൂടാതെ ഡ്രൈഡനും ഷാഡ്വെലും ഈ ഒരു കാര്യത്തിൽ പൊളിറ്റിക്സിന്റെ കാര്യത്തിലും റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവർ തമ്മിലൊരു റൈവൽറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ മാത്രമാണ് ഇവിടെ തരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ് ഉള്ളവർക്ക് അറിയാൻ കഴിയും അല്ലേ, നമ്മുടെ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളവിടെ ക്ലാസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ അവിടെ ഏജ് ഓഫ് ബ്രൈഡിനെ കുറിച്ചിട്ടും റെസ്റ്റോറേഷൻ പീരീഡിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ അതൊന്ന് നിങ്ങൾ കേൾക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തു പോകുന്നത്. ആൻഡ് ലിറ്റററി കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, ഡ്രൈഡൻ ഒരു എപ്സലം ആൻഡ് അക്വിറ്റോഫൽ എന്ന് പറയുന്ന വർക്ക് എഴുതിയതിനു ശേഷം അത് ആരെയാണ് അറ്റാക്ക് ചെയ്തത്? ഷാഫ്സ്ബറി ആൻഡ് വിഗ് ലീഡേഴ്സിനെ അറ്റാക്ക് ചെയ്ത് എഴുതിയൊരു വർക്കാണ്. ആൻഡ് ഷാഡ്വെൽ സപ്പോർട്ട് ചെയ്ത ലീഡേഴ്സ് ആയിരുന്നു ഷാഫ്സ്ബറി ആൻഡ് ബിഗ് ലീഡേഴ്സ്. ആൻഡ് ഡ്രൈഡൻ ദെൻ റോട്ട് ദ മെഡൽ, another political satire. Finally ആണ് മാക്ഫ്ലെക്നോ വരുന്നത്, which became his strongest personal attack on Shadwell. ആൻഡ് ഇതില് മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയാം. ആരൊക്കെയായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്? റിച്ചാർഡ് ഫ്ലെക്നോ ആൻഡ് തോമസ് ഷാഡ്വെൽ ആണ്. അതുകൂടാതെ ഇവിടെ കിങ്ഡം ഓഫ് ഡൾനെസ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് ഏതാണ്? പുവർ പോയട്രീനെയാണ്, ബാഡ് ലിറ്ററേച്ചറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് ലണ്ടൻ ആണ് ഇവിടെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. കൊറോണേഷൻ ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ, വിച്ച് ഡ്രൈഡൻ ഓൾസോ കോൾസ് അഗസ്റ്റ എന്നാണ് പറയുന്നത്. മോക്ക് ഹീറോയിക് സ്റ്റൈലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഐറണി ആൻഡ് സർക്കാസം ഇവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിംബലിസം, അതും നമുക്ക് ഇവിടെ കുറെ സിമ്പിൾസ്, അതായത് കിങ്ഡം ഓഫ് ഡൾനെസ് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, സിംബലൈസ് ചെയ്യുന്നത് ദ റൂൾ ഓഫ് ബാഡ് ലിറ്ററേച്ചർ ആണ്. അതേപോലെ കൊറോണേഷൻ സിംബലൈസ് ചെയ്യുന്നത് ദ ഒഫീഷ്യൽ വിക്ടറി ഓഫ് മീഡിയോക്രിറ്റി ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബുക്കിൽ കാണാവുന്നതാണ്. സോ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മളിവിടെ നടത്തിയത്. എല്ലാവരും ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ? ഷംസു ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പറയാനാണോ? യെസ്, ക്ലിയർ ആണെന്ന് ഗായത്രി പറയുന്നുണ്ട്, സൂര്യ ഗായത്രി പറയുന്നുണ്ട്. വാട്ട് അബൌട്ട് അതേഴ്സ്? സുഹേറ ഓക്കെ, പ്രിൻഷ യെസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്ത്. ഇത്രയും ആൾക്കാർ എവിടെ ഉണ്ടായിട്ട് കുറച്ച് പേരല്ലേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 2 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് 8 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 8 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഞാനിവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ അതുപോലെ ഇവിടെ തരാം. ബട്ട് അതിനേക്കാളും ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഫുൾ ആൻസർ, ഒരു 3 മാർക്സിന്റെ ആൻസർ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞ ആൻസർ തരുന്നതിലും നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു 3 മാർക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒരുമിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു 3 മാർക്ക് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. സോ ഹിയർ കംസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഹൂ ഇസ് തോമസ് ഷാഡ്വെൽ ഇൻ മാക്ഫ്ലെക്നോ, ആൻഡ് സെക്കൻഡ്, വാട്ട് ഇസ് മെന്റ് ബൈ ഡൾനെസ് ഇൻ ദ പോം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ഹൂ ഇസ് തോമസ് ഷാഡ്വെൽ ഇൻ മാക്ഫ്ലെക്നോ? നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഈ ഒരു തോമസ് ഷാഡ്വെലിനെ കുറിച്ചിട്ട് ഒരു എക്സാമിനർ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് കണ്ടെക്സ്റ്റിലാണ് നമ്മളോട് ചോദിക്കുന്നത്? മാക്ഫ്ലെക്നോയുടെ കണ്ടെക്സ്റ്റിലാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? സോ പൊതുവേ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? തോമസ് ഷാഡ്വെൽ വാസ് എ റെസ്റ്റോറേഷൻ ഡ്രാമാറ്റിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അത് കറക്റ്റ് ആണ്. അത് മതിയോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് ആണ് തോമസ് ഷാഡ്വെൽ. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ബട്ട് അത് മാത്രം മതിയോ? തോമസ് ഷാഡ്വെൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് യു തിങ്ക്? ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് ഉണ്ടാവുകയുള്ളൂ. ബട്ട് ആ സ്പേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഒരു 3 മാർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം എക്സാമിനർ നമ്മൾ സ്ലൈഡ് ക്ലിയർ അല്ല, ഹരിത സ്ലൈഡ് ക്ലിയർ അല്ല എന്ന് പറയുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ?
നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഞാൻ PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. ഇവിടെ ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾക്ക് PDF കിട്ടുന്നതായിരിക്കും. ഓക്കെ. സോ ഇവിടെ എക്സാമിനർ നമ്മളെടുക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ സ്മോൾ ബട്ട് കംപ്ലീറ്റ് പാരഗ്രാഫ്, നോട്ട് ജസ്റ്റ് 1 or 2 ഫാക്ട്സ്. അതല്ല ഇവിടെ വേണ്ടത്. ബ്ലസ്സി ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഹരിത മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കണം ഹരിതക്ക് അങ്ങനെ ക്ലിയർ അല്ലാതെ തോന്നുന്നത്. സോ നമ്മളിവിടെ എഴുതേണ്ടത് എങ്ങനെയാണ്? തോമസ് ഷാഡ്വെൽ വാസ് എ റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് ആൻഡ് ദ ലിറ്റററി റൈവൽ ഓഫ് ജോൺ ഡ്രൈഡൻ. അതാണ് നമ്മുടെ പോയട്രി ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സെന്റൻസ്. സോ ഈ ഒരു സെന്റൻസ് നമ്മൾ ആൻസറിൽ കാണുമ്പോൾ തന്നെ എക്സാമിനറിന് തോന്നും എങ്ങനെയാണ് കണക്ട് ചെയ്തത് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമുക്കൊരു ഐഡിയ ഉണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്നുള്ളത്. സോ ഇത്തരത്തിലായിരിക്കണം, ഈ സെന്റൻസ് തന്നെ ആവണം എന്നില്ല, ഇത്തരത്തിലായിരിക്കണം നിങ്ങളുടെ ഒരു ഓപ്പണിംഗ് സെന്റൻസ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അതായത് തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ് ആൻഡ് പോയിറ്റ് ആണ്, ആൻഡ് ഹീസ് ഓൾസോ ദ ലിറ്റററി റൈവൽ ഓഫ് ജോൺ ഡ്രൈഡൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് ഐഡന്റിറ്റിക്ക് ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ ക്വസ്റ്റ്യൻ മാക് ഫ്ലെക്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം? ഡ്രൈഡൻ പ്രസന്റ്സ് തോമസ് ഷാഡ്വെൽ ആസ് ദ സൺ ആൻഡ് സക്സസർ ഓഫ് റിച്ചാർഡ് ഫ്ലെക്നോ, ദ കിങ് ഓഫ് ഡൾനെസ്. ഓക്കെ, നമ്മൾ ആ ഒരു മെൻഷനിങ്ങിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി പോയത്തിൽ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു തോമസ് ഷാഡ്വെലിനെ. ഓക്കെ, ദിസ് ഇസ് വാട്ട് ദ എക്സാമിനർ വാണ്ട്സ്. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരണം, അല്ലാതെ ലൂസ്ലി ആയിട്ടുള്ള കുറെ സെന്റൻസസ് ഫാക്ട്സ് അവിടെ എഴുതിയത് കൊണ്ട് കാര്യമില്ല. നൗ വി ഹാവ് ടു എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണ് ഡ്രൈഡൻ ഷാഡ്വെലിനെ അറ്റാക്ക് ചെയ്യുന്നത്. മെൻഷൻ ദാറ്റ് ഡ്രൈഡൻ കൺസിഡേർഡ് ഹിം ഡൾ, അൺഒറിജിനൽ, ലാക്കിംഗ് വിറ്റ്, repetitive and incapable of producing great literature. So you don't have to explain every point in detail. ഈ പറഞ്ഞ കാര്യങ്ങൾ ഡള്ളാണ്, അൺഒറിജിനൽ ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ നാച്ചുറലി അവിടെ മെൻഷൻ ചെയ്ത് വരണം. ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആൻഡ് യു ഹാവ് ടു എൻഡ് വിത്ത് എ കൺക്ലൂഡിങ് സെന്റൻസ്. അതായത് ഹൂസ് തോമസ് ഷാഡ്വെൽ ഇൻ മാക് ഫ്ലെക്നോ, അദ്ദേഹം റെസ്റ്റോറേഷൻ ഡ്രമാറ്റിസ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഡ്രൈഡന്റെ ലിറ്റററി റൈവൽ ആണെന്ന് പറഞ്ഞു, മെയിൻ ടാർഗറ്റ് ഓഫ് സെറ്റയർ മാക് ഫ്ലെക്നോലെ ആണെന്ന് പറഞ്ഞു, പിന്നെ അദ്ദേഹം ഹെയർ ടു ഡൾനെസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ എങ്ങനെ എൻഡ് ചെയ്യും? അതായത് ഷാഡ്വെൽ ബിക്കംസ് ദ സിംബോളിക് റെപ്രസെന്റേറ്റീവ് ഓഫ് ലിറ്റററി മീഡിയോക്രിറ്റി ആൻഡ് ദ പെർഫെക്റ്റ് ഹെയർ ടു ദ കിങ്ഡം ഓഫ് ഡൾനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യാം. 3 marks ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഈ ഒരു ആൻസറിൽ വന്നു കഴിഞ്ഞു. ഇസ് ദാറ്റ് ക്ലിയർ? അതായത് ആരാണ് തോമസ് ഷാഡ്വെൽ, വൈ ഹിസ് ഹി കോൾഡ് മാക് ഫ്ലെക്നോ, വൈ ഡസ് ഡ്രൈഡൻ അറ്റാക്ക് ഹിം, ആൻഡ് വാട്ട് ഡസ് ഹി സിംബലൈസ്. ഈ കാര്യങ്ങൾ നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പോയിന്റ്സ് 3 മാർക്സിനുള്ളത് അവിടെ ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്, അനുപമ, അശ്വതി, പ്രിൻഷ, ബ്ലെസ്സി, ഷബീബ. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് തോമസ് ഷാഡ്വെൽ വാസ് എ റിയൽ റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ് ആൻഡ് ഡ്രൈഡൻസ് ലിറ്റററി റൈവൽ, ആൻഡ് ഇൻ ദ പോയം Dryden satirizes him as the crown prince and successor to the kingdom of dullness. Shadwell is depicted as fat, lazy, and intellectually barren, and a poet who never deviates into sense. The poem attacks Shadwell's blind worship of Ben Jonson and his inability to produce original witty literature. Dryden uses the poem to dismiss Shadwell as a hack writer unworthy of serious attention. ഇത്തരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ നിങ്ങൾക്ക് തരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ്സ് തന്ന് നിങ്ങൾ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നതാണോ നല്ലത്? വാട്ട് യു തിങ്ക്? സൂര്യ, എത്ര സെന്റൻസസ് വേണമെന്നോ അല്ലെങ്കിൽ എത്ര വേർഡ്സ് 3 മാർക്സിന് വേണോ എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതുന്ന സെന്റൻസസിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ സെന്റൻസസ് വേർഡ്സിനേക്കാളും നമ്മൾ എഴുതുന്ന പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഗോട്ട് ഇറ്റ്? സോ ടെൽ മീ, നിങ്ങൾക്ക് ഞാനൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ തരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാം എന്നുള്ള രീതിയാണോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്
നമുക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ആൻസർ ഇവിടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതേ ചിലപ്പം ബൈ ഹാർട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പം അതേ പോയിന്റ്സ് മാത്രമായിരിക്കും നിങ്ങൾ ആൻസറിൽ എഴുതുന്നത്. ബട്ട് ഇങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തരുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്ത് എഴുതുന്നു അതിലാണ് കാര്യം. ഗോട്ട് ഇറ്റ്? സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, കുറച്ച് പേര് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ബ്ലസ്സി, സൂര്യ, സുഹേറ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് മുനസറ, പ്രിൻഷ, അനക. ഓക്കെ, വാട്ട് ഇസ് മെൻ ബൈ ഡൾനെസ് ഇൻ ദ പോം? ക്ലിയർ ആണ് അല്ലേ ഹരിത? ഓക്കെ, എന്താണ് ഡൾനെസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു ഡെഫിനിഷന്റെ ആവശ്യമാണോ ഉള്ളത്? ഡൾനെസിന്റെ ഡെഫിനിഷൻ ആണോ ഇവിടെ ചോദിക്കുന്നത്? അതായത് നമ്മൾ ജസ്റ്റ് ഡൾനെസ് മീൻസ് ലാക്ക് ഓഫ് ഇന്റലിജൻസ് ഒരു ഡിക്ഷണറി മീനിങ് കൊടുത്തത് കൊണ്ട് ഇവിടെ കാര്യമുണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ മീനിങ് ഓഫ് ഡൾനെസ് ഇൻസൈഡ് ദ പോം. പോയത്തിൽ എങ്ങനെയാണ് ഡൾനെസ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഓൾവേസ് തിങ്ക് വാട്ട് ഡസ് ഡൾനെസ് റെപ്രസെന്റ് ഇൻ മാക്ഫ്ലെക്നോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വേണ്ടിക്കൽ നമുക്ക് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ ലിറ്ററൽ എങ്ങനെയാണോ ഡിക്ഷണറിയിലുള്ളത് ആ ഒരു ഡെഫിനിഷനേക്കാളും നമുക്ക് എങ്ങനെ പറയാം? ഇൻ മാക്ഫ്ലെക്നോ ഡൾനെസ് റെഫേഴ്സ് ടു ദ ആബ്സെൻസ് ഓഫ് വിറ്റ്, ഇമാജിനേഷൻ, ഒറിജിനാലിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ്. ഇതൊരു ഓപ്പണിംഗ് സെന്റൻസ് ആയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്? നേരത്തെ പറഞ്ഞ ഡൾനെസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ മാക്ഫ്ലെക്നോയില് ഡൾനെസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് വിറ്റ്, ഇമാജിനേഷൻ, ഒറിജിനാലിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ് എന്നുള്ളൊരു സെന്റൻസോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങുന്നതാണോ നല്ലത്? സോ ഈ ഒരു നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ എങ്ങനെയാണ് അതിനാണ് നമുക്ക് മാർക്ക് കിട്ടേണ്ടത്. ദെൻ അതിന്റെ സിംബോളിക് മീനിങ് അടുത്ത സെന്റൻസിൽ നമുക്ക് അതിന്റെ സിംബോളിക് മീനിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡൾനെസ് ഇസ് നോട്ട് ജസ്റ്റ് എ പേഴ്സണൽ വീക്ക്നെസ്, ഇറ്റ് റെപ്രസെന്റ്സ് ബാഡ് ലിറ്ററേച്ചർ, പുവർ ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, മീനിങ്ലെസ് റൈറ്റിംഗ് ആൻഡ് ലിറ്റററി mediocrity. So this is very important because the poem is actually criticizing an entire kind of literature, not just one person. Okay, സോ ആ ഒരു ഡൾനെസ് എന്ന് പറയുന്നത് ഒരാളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ഒരു എൻറ്റയർ ലിറ്ററേച്ചറിനെയാണ്, കൈൻഡ് ഓഫ് ലിറ്ററേച്ചറിനെയാണ് അവിടെ പറയുന്നത്. ആൻഡ് വി ഹാവ് ടു കണക്ട് ഇറ്റ് ടു ഷാഡ്വെൽ. ഈ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഷാഡ്വെലിനെ എങ്ങനെയാണ് ഈ ഒരു ഡൾനെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുക? Dryden presents Shadwell as the perfect embodiment of dullness. അങ്ങനെ പറഞ്ഞൂടെ? അല്ലെങ്കിൽ നമുക്ക് പറയാം Shadwell inherits the kingdom of dullness from Flecknoe. ഈ രീതിയിലും നമുക്ക് പ്രസന്റ് ചെയ്തൂടെ? So now we have connected the concept to the poem. ഓക്കെ, ഇനി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. കാരണം 3 മാർക്സിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു. സോ ഡൾനെസ് ബിക്കംസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോം ആൻഡ് സിംബലൈസസ് ദ ട്രയംഫ് ഓഫ് മീഡിയോക്രിറ്റി ഓവർ ട്രൂ ലിറ്റററി ടാലന്റ്. സോ ഇതൊരു പ്രോപ്പർ എൻഡിങ് ആണ് നമ്മുടെ ആൻസറിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡൾനെസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അതിന്റെ സിംബോളിക് മീനിങ്, വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു. ഹൗ ഇസ് ഷാഡ്വെൽ കണക്റ്റഡ് ടു ഇറ്റ്, ആ ഒരു രീതിയിൽ നമ്മൾ അവിടെ ആൻസർ കൊടുത്തു. ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോം എന്നുള്ള രീതിയിലും നമ്മളവിടെ ആൻസർ കൊടുത്തു. സോ ഇത്രയും പോയിന്റ്സ് മതിയില്ലേ 3 മാർക്സിന് ഡൾനെസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇവിടെ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഡോണ്ട് ഫർഗെറ്റ് ടു മെൻഷൻ ലാക്ക് ഓഫ് വിറ്റ്, ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി, ലിറ്റററി മീഡിയോക്രിറ്റി, bad writing, Shadwell as its embodiment, kingdom of dullness. ഇതൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ കീ വേർഡ്സ് ആണ് that fetch marks. Got it? അങ്ങനെ നമുക്ക് ടോട്ടൽ 6 മാർക്സ് ഇവിടെ കിട്ടിക്കഴിഞ്ഞോ? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? സോ 3 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആൻസർ നമ്മൾ എഴുതുമ്പം ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ആസ്കിങ്? Is it about a person, a concept, a symbol, or a literary device?
അടുത്തത് രണ്ടാമത് എന്താ പറയുന്നത്, വാട്ട് ആർ ദ 2 or 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് റിലേറ്റഡ് ടു ഇറ്റ്. അത് നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിൽ കൊണ്ട് എഴുതാൻ പാടില്ല. സെലക്ട് ഓൺലി ദ പോയിന്റ്സ് ദാറ്റ് ഡയറക്ട്ലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. ആൻഡ് ശ്രദ്ധിക്കുക, ഹാവ് ഐ കൺക്ലൂഡഡ് ദ ആൻസർ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ബിക്കോസ് നെവർ എൻഡ് എബ്രപ്റ്റ്ലി, പകുതി എഴുതി നിർത്താൻ പാടില്ല. സിംഗിൾ കൺക്ലൂഡിംഗ് സെന്റൻസ് ലൈക്ക് ദസ് അല്ലെങ്കിൽ therefore യൂസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് മേക്സ് യുവർ ആൻസർ ലുക്ക് കംപ്ലീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. സോ 3 മാർക്സിന് ഒരിക്കലും ഒരു ലോങ് എക്സ്പ്ലനേഷന്റെ കാര്യമില്ല, ആവശ്യം ഇല്ല. എക്സ്പ്ലനേഷൻസ് വേണമെന്നില്ല. ഇറ്റ് നീഡ്സ് ക്ലാരിറ്റി, റെലവൻസ് ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്സ് ഡെഫിനറ്റ്ലി കിട്ടിയിരിക്കും. ദാറ്റ് ക്ലിയർ? എങ്ങനെയാണ് 3 മാർക്സിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, പോയിന്റ്സ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇനി ക്ലാസ്സസ് വരാൻ പോകുന്നുണ്ട്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്സിന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ 2 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഈ മാക്ഫ്ലെക്നോയിൽ നിന്ന് 2 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഹൗ ഡസ് ഡ്രൈഡൻ കമ്പൈൻ വിറ്റ് ആൻഡ് സറ്റയർ ഇൻ മാക്ഫ്ലെക്നോ? ശ്രദ്ധിക്കണം, ഇവിടെയുള്ള കമാൻഡ് വേർഡ് എന്താണ്? കമ്പൈൻ. ഹൗ ഡസ് ഡ്രൈഡൻ കമ്പൈൻ വിറ്റ് ആൻഡ് സറ്റയർ ഇൻ മാക്ഫ്ലെക്നോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ the mock heroic elements in മാക്ഫ്ലെക്നോ. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താ, ഹൗ ഡസ് ഡ്രൈഡൻ കമ്പൈൻ വിറ്റ് ആൻഡ് സറ്റയർ ഇൻ മാക്ഫ്ലെക്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ ചോദിക്കാൻ പറയുന്നത്? ഡിഫൈൻ ചെയ്യാനാണോ പറയുന്നത്? വിറ്റിനെ ഡിഫൈൻ ചെയ്യാനാണോ പറയുന്നത്? അല്ലെ സെറ്റാറിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനാണോ പറയുന്നത്? ദ റിയൽ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡസ് ഡ്രൈഡൻ കമ്പൈൻ ദീസ് ടു ത്രൂ ഔട്ട് ദ പോം? വിറ്റിനെയും സെറ്റാറിനെയും എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? കമ്പൈൻ ആണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യന്റെ കീ വേർഡ്. സോ യുവർ ആൻസർ ഷുഡ് ഓൾവേസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിറ്റ് ആൻഡ് സെറ്റയർ. അല്ലാതെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ പറയേണ്ടത്, അത് കമ്പൈൻ ചെയ്തിട്ട് വേണം പറയാൻ. അപ്പൊ ഈ ഒരു ആൻസർ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് തുടങ്ങും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നതെങ്കിൽ നമുക്കൊരു മെയിൻ ഐഡിയ വെച്ചിട്ട് ഒരു 1 or 2 സെന്റൻസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, ജോൺ ഡ്രൈഡൻ സക്സസ്ഫുള്ളി കമ്പൈൻസ് വിറ്റ് ആൻഡ് സറ്റയർ ഇൻ മാക്ഫ്ലെക്നോ ടു മേക്ക് ഹിസ് ക്രിറ്റിസിസം ബോത്ത് ഹ്യൂമറസ് ആൻഡ് എഫക്റ്റീവ്. അല്ലേ, വിറ്റും സെറ്റയറും എന്തിനാണ് അദ്ദേഹം മാക്ഫ്ലെക്നോയിൽ യൂസ് ചെയ്യുന്നത്? ഹ്യൂമറസും എഫക്റ്റീവും ആക്കാൻ വേണ്ടിയിട്ടാണ് ക്രിറ്റിസിസത്തിനെ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു സെന്റൻസും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി ഇൻസൾട്ടിങ് ഷാഡ്വെൽ, ഹി അറ്റാക്സ് ഹിം ത്രൂ ക്ലെവർ ലാംഗ്വേജ്, ഐറണി ആൻഡ് കോമിക് എക്സാജറേഷൻ. സോ ഈ 2 സെന്റൻസിൽ തന്നെ നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള ആ ഒരു വിറ്റിന്റെയും സെറ്റാറിന്റെയും കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഒരു എക്സാമിനർ വാല്യൂ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ ആ ഒരു ഐഡിയനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വേണമെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റയർ എന്താണ് ആ ഒരു വർക്കിൽ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അതായത്, വൈ ഈസ് ഡ്രൈഡൻ റൈറ്റിംഗ് ദിസ് പോയം? എന്തിനു വേണ്ടിയിട്ടാ? ടു ക്രിട്ടിസൈസ് ഷാഡ്വെൽ. സോ എക്സ്പ്ലെയിൻ ദാറ്റ് സെറ്റയർ ഇസ് ദ വെപ്പൺ ഡ്രൈഡൻ യൂസസ് അഗെയിൻസ്റ്റ് ഷാഡ്വെൽ. നോട്ട് ഓൺലി ഷാഡ്വെൽ, ബാഡ് ലിറ്ററേച്ചർ, ലിറ്റററി കറപ്ഷൻ, മീഡിയോക്രിറ്റിക് ഒക്കെ എതിരെ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ ആണ് എന്ത്? സെറ്റയർ. അല്ലാതെ ജസ്റ്റ് ഡ്രൈഡൻ യൂസസ് സെറ്റയർ എന്ന് മാത്രം പറയുന്നതിനേക്കാളും ഒരു വെപ്പൺ ആയിട്ടാണ് സെറ്റയർ അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ഒരു ലാംഗ്വേജിന് നമുക്ക് ഇമ്പോർട്ടൻസ്, ആ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് എഴുതാവുന്നതാണ്. ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹി ഈസ് സെറ്ററൈസിങ്. അതുകൂടാതെ തന്നെ നെക്സ്റ്റ് വിറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഡ്രൈഡൻ യൂസസ് വിറ്റ് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നേരെ മറിച്ച് നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെ മെൻഷൻ ദാറ്റ് വിറ്റ് അപ്പിയേഴ്സ് ത്രൂ ഐറണി, പാരഡോക്സ്, ക്ലെവർ കമ്പാരിസൺസ്, പൺസ്, എക്സാജറേഷൻ, ഹ്യൂമറസ് ഡിസ്ക്രിപ്ഷൻസ്, ഇതിലെയൊക്കെയാണ് അദ്ദേഹം വിറ്റ് ഈ ഒരു പോയത്തിൽ പ്രസന്റ് ചെയ്യുന്നത്.
അതായത് explain that these devices make the criticism enjoyable instead of harsh. So now നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് വേണ്ടത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ റൈറ്റ് സംതിങ് ലൈക്ക് ഡ്രൈഡൻസ് വിറ്റ് മേക്സ് ദ സെറ്റയർ എന്റർടൈനിങ് വൈൽ ദ സെറ്റയർ ഗിവ്സ് പർപ്പസ് ടു ദ വിറ്റ്. അപ്പം ആ ഒരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. സെറ്റയർ വിറ്റാണ് സെറ്റയറിനെ എന്റർടൈനിങ് ആക്കുന്നത്, അതുകൂടാതെ തന്നെ സെറ്റയർ ഗിവ്സ് പർപ്പസ് ടു ദ വിറ്റ്. സോ ഈ ഒരൊറ്റ സെന്റൻസ് നിങ്ങൾ ഓർത്താൽ മതി. അത് എന്നാൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മറ്റുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് പറയാം, വെൻ ഡ്രൈഡൻ സേസ് ഷാഡ്വെൽ ഇസ് മെച്യൂർ ഇൻ ഡൾനെസ് ഫ്രം ഹിസ് ടെൻഡർ ഇയേഴ്സ്, അതിൽ പറയുന്നുണ്ട് ഹി ഈസ് മേക്കിംഗ് എ വിറ്റി പാരഡോക്സ് അല്ലെ, മെച്യൂർ ഇൻ ഡൾനെസ് ഫ്രം ഹിസ് ടെൻഡർ ഇയേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഓൾസോ ക്രിട്ടിസൈസിങ് ഷാഡ്വെൽ ബൈ സജസ്റ്റിംഗ് ദാറ്റ് ഹി വാസ് ബോൺ ഫൂളിഷ്. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മതിയാകും ഒരു 5 മാർക്കിന് വേണ്ടത്. അതായത് 5 മാർക്സിന്റെ നിങ്ങൾ കുറേ ഒരു സമ്മറി വരുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്നില്ല. മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 5 മാർക്സ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ നിർബന്ധമാണ്. എങ്ങനെയെങ്കിലും ഒരു ഡ്രൈഡന്റെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് വിറ്റ് ആൻഡ് സെറ്റയർ ഇതൊരു പേഴ്സണൽ അറ്റാക്കിൽ നിന്നൊരു ലാസ്റ്റിംഗ് വർക്ക് ഓഫ് ലിറ്റററി ആർട്ടാക്കി മാറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമുക്കൊരു കൺക്ലൂഷൻ ഇതിന് കൊടുക്കാം. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ പേർപ്പസ് ഓഫ് സെറ്റയർ ആൻഡ് വിറ്റ്, അതിന്റെ കോമ്പിനേഷൻ എന്തിനാണ് അവിടെ യൂസ് ചെയ്തത്, അവിടെ സെറ്റയറിന്റെ പേർപ്പസ് എന്താണ്, വിറ്റിന്റെ നേച്ചർ എന്താണ്, ഹൗ ദേ വർക്ക് ടുഗെദർ, പിന്നെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ അതിൽ നിന്ന് ഒരു ലൈന് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആൻഡ് ഒരു കൺക്ലൂഷൻ. ആൻഡ് നമുക്ക് 5 മാർക്സ് നമ്മുടെ കയ്യിലുണ്ടാകും. ഗോട്ട് ഇറ്റ്? എങ്ങനെയാണ് ഈ ഒരു ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? അതായത് മെൻഷൻ സെറ്റയർ അറ്റാക്സ് ഷാഡ്വെൽ ആൻഡ് വിറ്റ് അപ്പിയേഴ്സ് ത്രൂ ഐറണി ആൻഡ് ക്ലെവർ ലാംഗ്വേജ്, എക്സ്പ്ലെയിൻ ദാറ്റ് വിറ്റ് മേക്സ് സെറ്റയർ എന്റർടൈനിങ്. അതേപോലെ ഒരു എക്സാമ്പിൾ കഴിയുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ലൈൻ ഈ മെച്യൂർ ഇൻ ഡൾനെസ് ഫ്രം ടെൻഡർ ഇയേഴ്സ് എന്നുള്ള ആ ഒരു ലൈന് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് മെൻഷൻ ദ മോക്ക് ഹീറോയിക് ടെക്നിക് if possible, space allow ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് ഫിനിഷ് വിത്ത് എ കൺക്ലൂഷൻ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് റാൻഡം പോയിന്റ്സ് അല്ല ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന് ആവശ്യമായിട്ടുള്ളത് എങ്ങനെയാണ് വിറ്റ് ആൻഡ് സെറ്റയർ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? ഓൾ ദ സ്പേസ് എന്ന് പറഞ്ഞ സത്യം പറയാച്ച എക്സാം എഴുതി തുടങ്ങുമ്പോയില്ലേ നമുക്ക് ആ സ്പേസ് മതിയാവാതെയാ വരിക പൊതുവെ. സോ അങ്ങനെ നമുക്ക് പോയിന്റ്സ് എഴുതി വരുമ്പം ആ സ്പേസ് കുറെ ബാക്കി ഉണ്ടാവും എന്നുള്ളത് ഡൗട്ടൊന്നും വേണ്ട ബ്ലസ്സി. കാരണം നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് കണക്ട് ചെയ്ത് എഴുതി നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കും ആ സ്പേസ് നിങ്ങൾക്ക്. ഓക്കെ, is that clear? Shall we move to the next question? Yes. Okay, what about others? Let's see. Okay, പറയുന്നുണ്ട്. സുഹൈറ, അശ്വതി, yes. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ യെസ്, ഹരിത, ധന്യ. ഓക്കെ, മോക്ക് ഹീറോയിക്, എക്സ്പ്ലെയിൻ ദ മോക്ക് ഹീറോയിക് എലിമെന്റ്സ് ഇൻ മാക്ഫ്ലിക്നോ. നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് പറയുന്നതിനനുസരിച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളായിരിക്കും പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളൊരു ആൻസർ, അതായത് ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രമേ അതിൽ വരൂ എന്നല്ല പറയുന്നത്, നിങ്ങൾക്കും ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ആയിരിക്കും ഒരു സാമ്പിൾ ആൻസർ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ മോക്ക് ഹീറോയിക് എലിമെന്റ്സ് ഇൻ മാക്ഫ്ലിക്നോ. ഇവിടെയും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ഡിഫൈൻ ചെയ്യാനല്ല പറയുന്നത്, നേരെ മറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഹൗ ദ മോക്ക് ഹീറോയിക് സ്റ്റൈൽ അപ്പിയേഴ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫോം. സോ ഓൾവേസ് കണക്ട് എവറി പോയിന്റ് ബാക്ക് ടു മാക്ഫ്ലിക്നോ. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? A mock heroic poem uses the grand style of epic poetry to describe a trivial or ridiculous subject, and Macflickno is one of the finest examples of this literary form.
ഈ രീതിയിൽ. അല്ലെങ്കിൽ മാക്ഫ്ലെക്നോ ഇസ് ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ലിറ്റററി ഫോം വേർ മോക്ക് ഹീറോയിക് പോയം അല്ലെങ്കിൽ മാക്ഫ്ലെക്നോ ഒരു മോക്ക് ഹീറോയിക് പോയം ആണ്. ഇവിടെ എന്താണ് അവിടെ സെറ്ററൈസ് ചെയ്യപ്പെടുന്നത് ഉള്ള രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ആൻഡ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോക്ക് ഹീറോയിക് എലിമെന്റ്സ് മാക്ഫ്ലെക്നോനെ അതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം? ദാറ്റ് എപ്പിക് ഫീച്ചേഴ്സ്, ഡ്രൈഡൻ എന്തൊക്കെ എപ്പിക് ഫീച്ചേഴ്സ് ആണ് മാക്ഫ്ലെക്നോയിൽ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. അതായത് ദ പോം ഹാസ് എ കിങ് സെലക്ടിങ് ഹിസ് സക്സസർ, അതുപോലെ ഒരു ഗ്രാൻഡ് കൊറോണേഷൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഫോർമൽ സ്പീച്ച്, പ്രൊഫസീസ്, എലിവേറ്റഡ് ലാംഗ്വേജ്, ഹീറോയിക് ഇമേജറി, ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. സോ ദീസ് ആർ ഓൾ ബോറോഡ് ഫ്രം ക്ലാസിക്കൽ എപ്പിക്സ്. സോ എക്സ്പ്ലെയിൻ ദം വൺ ബൈ വൺ. നമുക്ക് ഈ ഒരു മാക്ഫ്ലെക്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ഇവിടെ അടുത്തത് നമുക്ക് പറയാവുന്നത് എവിടെയാണ് ഈ ഒരു മോക്ക് ഹീറോയിക്കിലെ കോമഡി നമുക്ക് കാണാൻ കഴിയുന്നത്. കോമഡി എന്ന് പറയുന്നത് ഈ ഒരു വർക്കിൽ മോക്ക് ഹീറോയിക് പോയമായിട്ടുള്ള മാക്ഫ്ലെക്നോയിലെ കോമഡി ഇറ്റ് ലൈസ് ഇൻ ദ കോൺട്രാസ്റ്റ്. അതായത് എപ്പിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോർമലി യൂസ്ഡ് ഫോർ ഗ്രേറ്റ് ഹീറോസ്, ബട്ട് ഹിയർ ദേ ആർ യൂസ്ഡ് ഫോർ someone who is foolish and talentless. So that contrast creates humor. ഈ ഒരു പോയിന്റ് ഒരിക്കലും മറക്കാൻ പാടില്ല. കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കോമഡി കൊണ്ടുവരുന്നത്. ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ആൻസർ. ഈ ഒരു മോക്ക് ഹീറോയിക് എലിമെന്റ് പറയുമ്പോഴുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു കോൺട്രാസ്റ്റ് മെൻഷൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് യു ക്യാൻ മെൻഷൻ 2 or 3 എക്സാമ്പിൾസ് ഇതിൽ നിന്ന്. അതായത് ഫ്ലെക്നോ സക്സസറിനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഷാഡ്വെലിന്റെ കൊറോണേഷനെ കുറിച്ചിട്ടോ, പ്രൊഫറ്റിക് സ്പീച്ച് ഫ്ലെക്നോയുടെ അല്ലെങ്കിൽ ഷാഡ്വെലിന്റെ പ്രൊഫറ്റിക് സ്പീച്ച്, കിങ്ഡം ഓഫ് ഡൾനെസിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ലോങ് കൊട്ടേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്യാം ഒരു എക്സാമ്പിൾ, 1 or 2 എക്സാമ്പിൾസ് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആ ഒരു പോയത്തിൽ നിന്ന്. ആൻഡ് നൗ എക്സ്പ്ലെയിൻ വൈ ഡ്രൈഡൻ ഡസ് ദിസ്. Write that the contrast between high style and low subject creates irony, humor and powerful satire. And ഒരു കൺക്ലൂഷനോട് കൂടിയിട്ട് അതായത് നമുക്ക് പറയാം, by applying epic conventions to an insignificant subject, Dryden creates one of the greatest mock heroic satires in English literature. Okay, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആൻസറിനെ അപ്രോച്ച് ചെയ്തത്? നമ്മൾ ആദ്യം മോക്ക് ഹീറോയിക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, എപ്പിക് കൺവെൻഷൻസ് മെൻഷൻ ചെയ്തു, അതെങ്ങനെ മാക്ഫ്ലെക്നോയിൽ ആപ്ലിക്കബിൾ ആയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു, അതിന്റെ എഫക്റ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു. അതായത് കോൺട്രാസ്റ്റ് ആണ് കോമഡി കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് വി കൺക്ലൂഡഡ്. ദാറ്റ്സ് ഓൾ. അതോടുകൂടി ഈ ഒരു ആൻസറും നമുക്ക് ക്ലിയർ ആണ്. ഗോട്ട് ഇറ്റ്? എങ്ങനെ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അതായത് ഡെഫിനിഷൻ ഓഫ് മോക്ക് ഹീറോയിക്, എലിവേറ്റഡ് ലാംഗ്വേജ്, കൊറോണേഷൻ സീൻ, സക്സഷൻ ഓഫ് ഫ്ലെക്നോ, പ്രൊഫസീനെ കുറിച്ചിട്ട് നമുക്ക് പറയാം, എപ്പിക് കൺവെൻഷൻസ് ഇവിടെ മെൻഷൻ ചെയ്യാം, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഗ്രാൻഡ് സ്റ്റൈൽ ആൻഡ് ട്രിവിയൽ സബ്ജക്ട്, അതാണ് അവിടുത്തെ കോമഡി കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഹ്യൂമർ ആൻഡ് സെറ്റയർ. ഈ പോയിന്റ്സ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ യുവർ ആൻസർ ബിക്കംസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം 5 മാർക്ക് ആൻസറും 3 മാർക്ക് ആൻസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. ഏതൊരു ആൻസർ ആയിക്കോട്ടെ, 3 ആണെങ്കിലും 5 മാർക്സ് ആണെങ്കിലും അതുപോലെ 8 ആണെങ്കിലും, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. ആൻഡ് ഇവിടെ 5 മാർക്സിൽ വരുമ്പം കമ്പയർ ടു 3 മാർക്സ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരിക്കലും ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമായിട്ട് നിങ്ങൾ എഴുതാൻ പാടില്ല. ബുള്ളറ്റ് പോയിന്റ്സ് നല്ലതാണ്, ബട്ട് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയനെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ജസ്റ്റ് ലൈക്ക് ഫാക്ട്സ്. ആൻഡ് എപ്പോഴും ആ ഒരു വേർഡിങ്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു വേർഡിങ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. അതായത് don't write everything you know about the poem. Select only the points that directly answer what has been asked. A well-organized answer with relevant examples and a clear conclusion will always score better than a long, unfocused response. So bear that in mind. എഴുതുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? ഇനി നമ്മൾ 8 മാർക്സ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്.
8 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഇവിടെ ഞാൻ വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, എക്സാമിൻ മാക്ഫ്ലെക്നോ ആസ് എ മാസ്റ്റർ പീസ് ഓഫ് റെസ്റ്റോറേഷൻ സെറ്റയർ, ആൻഡ് സെക്കൻഡ്, ഡിസ്കസ് മാക്ഫ്ലെക്നോ ആസ് എ മോക്ക് ഹീറോയിക് പോം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 8 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിസ്കസ് മാക്ഫ്ലെക്നോ ആസ് എ മോക്ക് ഹീറോയിക് പോം. ഇനി ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയാലും ശരി, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും ശരി, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും ഇവിടെ. ഹിയർ ദ എക്സാമിനർ ഇസ് നോട്ട് ലുക്കിംഗ് ഫോർ ഷോർട്ട് ഇൻഫർമേഷൻ, ദേ വോണ്ട് എ വെൽ ഓർഗനൈസ്ഡ് എസ്സേ. അപ്പം എസ്സേ അല്ലേ, കുറേ കാര്യങ്ങൾ അങ്ങ് എഴുതാം, കുറേ എഴുതിയാൽ കുറേ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ച് എഴുതുന്നത് അത് നല്ലൊരു രീതിയല്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ വെൽ യു ആൻസർ ഇസ് ഓർഗനൈസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, അതിലൊരു മെയിൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കണം, എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം വിത്ത് എക്സാമ്പിൾസ്, ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആൻഡ് എ കൺക്ലൂഷൻ. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ മാക്ഫ്ലെക്നോ ആസ് എ മാസ്റ്റർ പീസ് ഓഫ് റെസ്റ്റോറേഷൻ സെറ്റയർ എന്ന് പറയുമ്പം ഒരിക്കലും മാക്ഫ്ലെക്നോ ആസ് എ സെറ്റയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാൻ പാടില്ല. നേരെ മറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ദ പോം പ്രോപ്പർലി, അതായത് മെൻഷൻ ദ ഓഥർ, ദ ജോണർ ആൻഡ് വൈ ദ പോയം ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുടങ്ങാം, മാക്ഫ്ലെക്നോ റിട്ടൺ ബൈ ജോൺ ഡ്രൈഡൻ ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് റെസ്റ്റോറേഷൻ സെറ്റയർ. അതുകൂടാതെ നമുക്കത് മെൻഷൻ ചെയ്യാം, ത്രൂ ദിസ് മോക്ക് ഹീറോയിക് പോം ഡ്രൈഡൻ അറ്റാക്സ് ഹിസ് ലിറ്റററി റൈവൽ തോമസ് ഷാഡ്വെൽ while exposing the dangers of literary mediocrity. ഈ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഈ ഒരു 2-3 ലൈൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പോയത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓഥറിനെ മെൻഷൻ ചെയ്തു, ഏത് ജോണറിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ആൻഡ് ഇതിലെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളതും നമ്മളിവിടെ മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ഇതൊരു നല്ല രീതിയിലുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ ഈ ഒരു 2 ലൈൻ ഇപ്പൊ പറഞ്ഞതിൽ നമ്മൾ ആരാണ് എഴുതിയത്, ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, റെസ്റ്റോറേഷൻ സെറ്റയർ ആണ്, ഇതൊരു മോക്ക് ഹീറോയിക് പോം ആണ്, ഈ ഒരു പോയത്തിൽ ഡ്രൈഡൻ എന്ത് ചെയ്യുന്നു, ലിറ്റററി റൈവൽ ആയിട്ടുള്ള തോമസ് ഷാഡ്വെലിനെ അറ്റാക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്യുന്ന വേറൊരു കാര്യം എന്താണ്, വൈൽ എക്സ്പോസിങ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ലിറ്റററി മീഡിയോക്രിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെൻട്രൽ ആർഗ്യുമെന്റ് അടക്കം ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് റെസ്റ്റോറേഷൻ സെറ്റയർ എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. അതായത് റെസ്റ്റോറേഷൻ സെറ്റയറിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഐറണി, ഹ്യൂമർ ആൻഡ് ക്രിറ്റിസിസം. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ടു എക്സ്പോസ് ഫോൾസ് ഇൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. സോ ദിസ് ഗിവ്സ് ബാക്ക്ഗ്രൗണ്ട് ടു യുവർ ആൻസർ. അതിനുശേഷമാണ് നമ്മൾ മാക്ഫ്ലെക്നോ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്. എങ്ങനെയാണ് മാക്ഫ്ലെക്നോ ഒരു റെസ്റ്റോറേഷൻ സെറ്ററായി വരുന്നത് എന്നുള്ളത് അതിനുശേഷമാണ്, നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തേണ്ടത്. Now we can begin our discussion. മെയിൻ ഡിസ്കഷൻ എന്താണ്, അതായത് എക്സ്പ്ലെയിൻ ദാറ്റ് റിച്ചാർഡ് ഫ്ലെക്നോ, ദ കിങ് ഓഫ് ഡൾനെസ്, ചൂസസ് ഷാഡ്വെൽ ആസ് എ സക്സസർ, ആൻഡ് ഇതൊരു ഇമാജിനറി കൊറോണേഷൻ, അത് തന്നെ ഒരു ഫൗണ്ടേഷൻ ആണ് സെറ്റയറിന്റെ, അല്ലേ? This imaginary coronation itself becomes the foundation of the satire. Then explain the satirical techniques one by one. അതായത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡ്രൈഡൻ പ്രിറ്റൻസ് ടു പ്രൈസ് ഷാഡ്വെൽ, ബട്ട് എവറി കോംപ്ലിമെന്റ് ഇസ് ആക്ച്വലി ആൻ ഇൻസൾട്ട്. അതേപോലെ തന്നെ മോക്ക് പ്രൈസ്, പാരഡി, ഈ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഹൈപ്പർബളി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിറ്റ് യൂസ് ചെയ്തത് എങ്ങനെയാണ്. സോ ഈച്ച് ടെക്നിക് നീഡ്സ് 1 or 2 sentences ഓഫ് എക്സ്പ്ലനേഷൻ. വിറ്റ് ആയിക്കോട്ടെ, അതായത് റെസ്റ്റോറേഷൻ സെറ്റയറിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഐറണി, വിറ്റ്, പാരഡി, ഹൈപ്പർബളി. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾസോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ദെൻ ഇതിന്റെ സിംബലിസം നമ്മൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സിംബലിസം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടോക്ക് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഡൾനെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. കിങ്ഡം ഓഫ് ഡൾനെസ് ഈ സെറ്റയർ പറയുമ്പം ഒരിക്കലും ആ ഒരു കീവേഡ്സ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കിങ്ഡം ഓഫ് ഡൾനെസ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ബാഡ് ലിറ്ററേച്ചർ, പുവർ ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, അത് കൂടാതെ മീഡിയോക്രിറ്റി. ദെൻ എക്സ്പ്ലെയിൻ ദാറ്റ് ഷാഡ്വെൽ സിംബലൈസസ് എവറി ബാഡ് റൈറ്റർ.
ദിസ് ഷോസ് അനാലിറ്റിക്കൽ തിങ്കിങ് അല്ലേ? നമ്മൾ ഈ ഒരു രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനാലിറ്റിക്കൽ തിങ്കിങ് എത്തരത്തിലുള്ളതാണെന്ന് നമുക്ക് പറയാം. ആൻഡ് അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു പേഴ്സണൽ കോറൽ മാത്രമായിട്ടല്ല നമ്മൾ കരുതേണ്ടത്. അതായത് തോമസ് ഷാഡ്വെലിനെയാണ് ഇമീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ടെങ്കിലും ഡ്രൈഡൻസ് ക്രിറ്റിസിസം എക്സ്റ്റെൻസ് ടു ഓൾ റൈറ്റേഴ്സ് ഹു ലാക്ക് ഒറിജിനാലിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുകൂടാതെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഒരു പാരഗ്രാഫിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഡ്രൈഡൻ നെവർ ലൂസസ് ആർട്ടിസ്റ്റിക് കൺട്രോൾ, ഹിസ് സറ്റയർ റിമെയിൻസ് വിറ്റി, ബാലൻസ്ഡ്, അതേപോലെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെറ്റയർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഷൗട്ടിങ് അറ്റ് ഷാഡ്വെൽ ഹി ക്വയറ്റ്ലി ഡിസ്ട്രോയ്സ് ഹിം ത്രൂ ഐറണി. അതല്ലേ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു പോയത്തില്. സോ ആ ഒരു പോയിന്റും നമ്മുടെ രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൂടെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയണം. ആൻഡ് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, എൻഡ് വിത്ത് എ പ്രോപ്പർ കൺക്ലൂഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാക് ഫ്ലെക്നോ ഈ കാര്യങ്ങൾ, ഈ പോയിന്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എൻഡ് ചെയ്യാം? മാക് ഫ്ലെക്നോ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേഷൻ സെറ്റാറിലെ ഒരു മാസ്റ്റർ പീസ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ട്രാൻസ്ഫോംസ് എ പേഴ്സണൽ ലിറ്റററി കോറൽ ഇൻ ടു എ ടൈംലെസ് ക്രിറ്റിസിസം ഓഫ് ബാഡ് ലിറ്ററേച്ചർ ത്രൂ വിറ്റ്, ഐറണി ആൻഡ് ആർട്ടിസ്റ്റിക് ബ്രില്യൻസ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എസ്സേ അവസാനിക്കുന്നതായിരിക്കും. വാട്ട് യു തിങ്ക്? ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എസ്സേ കംപ്ലീറ്റ് ചെയ്തൂടെ? അതായത് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, വർക്ക്, ഓതർ, ഏത് ജോണറിൽ വരുന്നതാണ്, ഏത് ടൈപ്പാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ദെൻ മീനിങ് ഓഫ് ഫ്രസ്ട്രേഷൻ സെറ്റാർ എന്താണെന്നുള്ളത് പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തു. സ്റ്റോറി ഓഫ് ഫ്ലെക്നോ ആൻഡ് ഷാഡ്വെൽ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. സെറ്റാറിക്കൽ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സിംബലിസം നമ്മളത് മെൻഷൻ ചെയ്തു, എന്താണ്. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നമ്മൾ നടത്തി, ഒരു കൺക്ലൂഷനും കൊടുത്തു. അതോടുകൂടി നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആയി. ഗോട്ട് ഇറ്റ്? സോ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? എങ്ങനെ നമ്മളൊരു ആൻസറിലേക്ക് എത്തണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, സിജി, സുഹേറ, എല്ലാവരും എവിടെ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ഓക്കെ, പ്രിൻഷ, സൂര്യ, മനസാറ, ഹരിത, ഓക്കെ, പ്രീതി, ഓക്കെ, ഗുഡ്. അനുപമ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് മാക് ഫ്ലെക്നോ ആസ് എ മോക്ക് ഹീറോയിക് പോം. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? മോക്ക് ഹീറോയിക് പോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫസ്റ്റ് എങ്ങനെ ബിഗിൻ ചെയ്യാം? വാട്ട് ഡു യു തിങ്ക്? ഇപ്പൊ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും? നിങ്ങൾ പറയൂ. എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക്, നിങ്ങൾ കീ പോയിന്റ്സ് എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് തന്നാൽ മതി, എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കണം ഈ പറഞ്ഞു വെച്ചിട്ട്, നമ്മൾ ഇത്രയും സ്ട്രക്ചർ പറഞ്ഞല്ലോ, ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വാട്ട് ഡു യു തിങ്ക് ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? ഇവിടെ ഞാൻ കുറച്ച് കീ പോയിന്റ്സ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ഏത് രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം? യെസ്, അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ പറയാം? മോക്ക് ഹീറോയിക് പോയത്തിനെ ഡിഫൈൻ ചെയ്യാം അല്ലേ? എന്താണ് മോക്ക് ഹീറോയിക് പോയം ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ദ സ്റ്റൈൽ ആൻഡ് കൺവെൻഷൻസ് ഓഫ് എപ്പിക് പോയട്രി വൈൽ ട്രീറ്റിംഗ് ആൻ ഓർഡിനറി ഓർ റിഡിക്കുലസ് സബ്ജക്ട്. അപ്പം നമുക്ക് പറയാം മാക് ഫ്ലെക്നോ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ലിറ്റററി ഫോം. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ നമുക്ക് എപ്പിക് സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ? എപ്പിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗ ഡ്രൈഡൻ ബോറോസ് എപ്പിക് കൺവെൻഷൻസ്, അതായത് take each point separately. For example, നമുക്ക് പറയാം the poem begins with a grand opening, then a king chooses his successor, then there is a coronation, then there are speeches, then there are prophecies. Explain each briefly. Your answer now becomes descriptive. അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ഒരു കിങ് സക്സസറിനെ ചൂസ് ചെയ്യുന്നു, കൊറോണേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യാം, സ്പീച്ചസ് ആരൊക്കെ ഏത് തരത്തിലുള്ള സ്പീച്ച് പറയുന്നു, പ്രൊഫസീസ് ഏതൊക്കെയാണ്, അതുകൂടാതെ ഇതൊക്കെ എക്സ്പ്ലെയിൻ, ചെറിയ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻസറിന്റെ സ്ട്രക്ചറിലേക്ക് നിങ്ങൾക്ക് കടക്കാം. ദെൻ അടുത്തത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, മാക് ഫ്ലെക്നോ ആസ് എ മോക്ക് ഹീറോയിക് പോയം ഡിസ്കസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ
നമ്മൾ എന്താ പറയണ്ട ആ ഒരു കോൺട്രാസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞില്ലേ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. റിമെമ്പർ, എപ്പിക്സ് നോർമലി സെലിബ്രേറ്റ് ഗ്രേറ്റ് കിങ്സ്, ഹീറോസ് ആൻഡ് വാരിയേഴ്സ്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഹീറോ ഇസ് ആക്ച്വലി എ ഡൾ പോയറ്റ്. ദിസ് കോൺട്രാസ്റ്റ് ക്രിയേറ്റ്സ് ഹ്യൂമർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ഒരു പോയത്തിന്റെ മെയിൻ ഹാർട്ട് എന്ന് തന്നെ പറയാൻ കഴിയുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് എക്സ്പ്ലെയിൻ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, ടോക്ക് അബൌട്ട് ദ എലിവേറ്റഡ് ലാംഗ്വേജ്, ദ ഹീറോയിക് സ്റ്റൈൽ, ദ ഫോർമൽ സ്പീച്ചസ്, ദ കൊറോണേഷൻ സെറമണി, പ്രൊഫറ്റിക് സ്പീച്ച്, ദ ഹീറോയിക് ഇമേജറി, ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ഓൾ ദീസ് ബിലോങ് ടു എപ്പിക് പോയട്രി, ബട്ട് Dryden applies them to a foolish character. This creates satire. ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അതുകൂടാതെ ഈ ഒരു മോക്ക് ഹീറോയിക് പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കിങ്ഡം ഓഫ് ഡൾനെസ്, അതിനെ കുറിച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ നഴ്സറി, കൊറോണേഷൻ ആൻഡ് ദ സിംബോളിക് സക്സഷൻ, ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. And notice that you are supporting your ideas with incidents from the poem. ഇത് തന്നെയാണ് ഒരു 8 മാർക്ക് ആൻസറിന് ആവശ്യമുള്ള സാധനങ്ങൾ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, എങ്ങനെയാണ് ഈ ഒരു മോക്ക് ഹീറോയിക് പോയം അല്ലെങ്കിൽ മോക്ക് ഹീറോയിക് ടെക്നിക് സക്സസ്ഫുൾ ആയത് എന്നുള്ളത് നമുക്ക് പറയാം. നമ്മുടെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ദ മോക്ക് ഹീറോയിക് ടെക്നിക് allows Dryden to ridicule Shadwell far more effectively than direct criticism. So the greater the epic grandeur, the greater the comic effect. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ അനാലിസിസ്. ഓക്കെ, ആൻഡ് ഒരു കൺക്ലൂഷൻ വെച്ചിട്ട് നമുക്ക് അവസാനിക്കാം. അതായത് ഈ ഒരു എപ്പിക് കൺവെൻഷൻസ്, എലിവേറ്റഡ് ലാംഗ്വേജ്, ഐറണി, കോമിക് കോൺട്രാസ്റ്റ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, Dryden transforms a simple literary choral into one of the greatest mock heroic poems in English literature. ഓക്കെ, സോ ഈ ഒരു എസ്സേയിൽ നമുക്ക് ഏത് സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തത്? ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ, എന്താണ് മോക്ക് ഹീറോയിക് പോം, മോക്ക് ഹീറോയിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. പിന്നെ എപ്പിക് കൺവെൻഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് കൊടുത്തു, അത് എങ്ങനെ നമ്മുടെ പോയത്തിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് കൊടുത്തു. ആൻഡ് ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷനും കൊടുത്തതോടുകൂടി നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആണ്. സോ ഈ ഇത്രയും പോയിന്റ്സ് നമ്മളൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസേഴ്സിന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് ഡു യു തിങ്ക്? ഈ ഒരു രീതിയല്ലേ നല്ലത്? അപ്പം ക്വസ്റ്റ്യൻ കണ്ട പാടെ നിങ്ങൾ ആൻസർ എഴുതാൻ നിൽക്കാതെ ക്വസ്റ്റ്യനെ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് യു ആസ്ക് യുവർ സെൽഫ്, വാട്ട് എക്സാക്ട്ലി ഇസ് ദ എക്സാമിനർ ആസ്കിങ്? What are the 4 or 5 main ideas I need to explain? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ആൻഡ് വാട്ട് എക്സാമ്പിൾസ് ഫ്രം ദ പോയം ബെസ്റ്റ് സപ്പോർട്ട് ദോസ് ഐഡിയാസ്? ഈ ഒരു രീതിയിൽ ആദ്യം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങാൻ. നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ മാക്ഫ്ലെക്നോടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കാണുക. അതിനുശേഷം നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളായിരിക്കും ഇനി ആൻസർ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിന്റെ ആൻസർ ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടതെന്ന് പറയുന്ന ആൻസർ തരുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണോ നല്ലത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ പറയൂ. യെസ്, യെസ് ഷംസു, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്താൽ മതി. സ്ട്രക്ചർ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഈ ടോപ്പിക് മാക്ഫ്ലെക്നൊക്കെ നിങ്ങൾ എത്ര റിവൈസ് ചെയ്തൊരു ടോപ്പിക്കാണ് അല്ലേ? അതെ. അപ്പം ആ റിവൈസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ അത് പ്രസന്റ് ചെയ്യാം, ഇനി അതാണ് നമ്മൾ നോക്കേണ്ടത്.
നമുക്ക് സമ്മറി അറിയാം, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കമാൻഡ് വേർഡ്സ്. എപ്പോഴും ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇപ്പം ഡിസ്കസ് ആണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനാണോ പറയുന്നത്, അനലൈസ് ചെയ്യാനാണോ പറയുന്നത്, ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം 3 മാർക്സ് ആയാലും ശരി, 5 മാർക്സ് ആയാലും ശരി, 8 മാർക്സ് ആയാലും ശരി. അതുകൂടാതെ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഒരു പ്രോപ്പർ നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ കണ്ട പാടെ ആൻസർ ചെയ്യാതെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, സോ എനിത്തിങ് എൽസ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വേറെ ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് നല്ലത് അല്ലേ? സോ സി യു ആൾ വെരി സൂൺ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഏതായാലും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ പറഞ്ഞ രീതിയിൽ എന്നുള്ളത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ സി യു ആൾ വെരി സൂൺ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. യെസ് ധന്യ, PDF താമസിയാതെ ഷെയർ ചെയ്യുന്നതായിരിക്കും. യെസ് ഓഫ് കോഴ്സ്, എന്തായാലും തരുന്നതാണ് ധന്യ. ഓക്കെ, ഗുഡ് നൈറ്റ്.